I'm Deepa S. Panikar here inside my house. Today is 22nd March. Now the time is 10:35. Okay. പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർ ഞാൻ ലേസർ അടിക്കുകയാണ്. ഏതോ അവൻ ഇവിടെ അടുത്തൊക്കെ തന്നെ ഉണ്ട്. ഉണ്ണിയാസ് മന്ദിരത്തിലെ സ്വാമി എന്ന് പറയുന്നവനാണ് അവന് നമ്മൾ ഫോൺ എടുക്കരുത്, ഭയങ്കര രോഗമാണ് അവന് നമ്മളെ കാണുമ്പം അവനെക്കുറിച്ച് ഈ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കള്ളക്കഥകൾ ഉണ്ടാക്കുക, കമ്പി എടുത്തുകൊണ്ട് വന്നു, അവൻ എന്നെ കമ്പി വെച്ച് അടിക്കാൻ വന്നു. ഇതൊന്നും നടന്ന കാര്യങ്ങളല്ല. പിന്നെന്താണ്, അവനെൻ്റെ ചെവിക്കുറ്റിക്ക് അടിക്കും. പിന്നെ സ്വാമി എന്ന് പറയുന്നവൻ, നങ്കളി എന്ന് പറയുന്നവൻ്റെ മോനാണിവൻ. പിന്നെ ഇവൻ പറയുന്നതാണ് പിന്നെന്താണ്, അവന് ഞാൻ മന്ദിരത്തിൽ ചെല്ലുമ്പോൾ ഫോൺ താഴെ എടുക്കാൻ പറ്റത്തില്ല, ഫോൺ മാറ്റി വെക്കണം, ഭയങ്കര ഓർഡർ അവൻ. എന്ന് വെച്ചാൽ മന്ദിരത്തിൽ വരുന്നവരാരും ഫോൺ എടുക്കുന്നില്ല, മണിക്കൂറുകളാണ് ഫോണിനകത്തെല്ലാം അവന്മാരും വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. മന്ദിരത്തിൽ വരുന്നവരെല്ലാം ഫോൺ എടുക്കുന്നുണ്ട്. നമ്മൾ ഫോൺ എൻ്റെ കൈ വെച്ചപ്പോഴത്തേന് ഫോൺ എടുക്കാനൊക്കത്തില്ല, ഭയങ്കര രോഗവന്. പിന്നെ ഇന്ന് രാവിലെ സുഭദ്ര ആൻറ്റി ഇവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സുഭദ്ര ആൻറ്റി എങ്ങനെയുണ്ട്, പനിയൊക്കെ മാറിയോ? അപ്പോൾ ഇവിടെ മിണ്ടാൻ പറ്റത്തില്ല, ഇവിടെ ഭയങ്കര രോഗമാണ്. അങ്ങനെ അവനങ്ങ് രോഗമായിട്ട് മാറിയിരിക്കുക. എന്തൊക്കെയോ രോഗമാണ് അവനിവിടെ ഭയങ്കര അഭിനയമായിരുന്നു. അവൻ്റെ വിചാരം അവൻ്റെ അഭിനയമൊന്നും നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ലെന്നായിരുന്നു. ഇങ്ങോട്ട് അവൻ വരുന്നുണ്ട്, ഞാൻ SNDPയിൽ പോകുന്നുണ്ട്, അവൻ്റെ കൂടാണ് കഴിയുന്നത് എന്നൊക്കെ കള്ളക്കഥകളുണ്ടാക്കി അവൻ്റെ ചെവിക്കർണം അടിച്ച് പറിക്കേണ്ട സമയം കഴിഞ്ഞ് ഇവിടെ വന്ന് ഫോണിനകത്ത് ഇരിപ്പാണ് അവൻ്റെ ജോലി സർവ്വസമയവും. അവനൊരു ഫോണും പിടിച്ച് മണിക്കൂറുകൾ. ഇവൻ്റെ ഫോൺ സൈബർ സെല്ല് നോക്കിയാൽ അറിയാം, ഇവൻ്റെ ഫോൺ എപ്പോഴും വർക്കിങ്ങാണ്. ഇവൻ ഈ ഫോൺ താത്തു വയ്ക്കാൻ ഇവന് സമയമില്ല. നമ്മുടെ മണ്ടയ്ക്കോട്ട് ലേസറടി ഇങ്ങനെ ഇതുപോലെ അടിക്കുക ജോലി. ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഇവന്മാരാണ് അടിക്കുന്നത്. ഒന്നി മോഹൻ സിംഗ് എന്ന് പറയുന്ന ആ കള്ളൻ, പിന്നെ കുറേ കള്ളന്മാർ ഇവിടെ അടുത്തുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും കള്ളൻ ഇവൻ്റെ ഇപ്പുറത്തൊരു പെരയുണ്ട്, അതിനകത്ത് കയറി കട്ടിരിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ എടുക്കലെങ്ങും ഒരവനും വരുന്നില്ലെന്നുണ്ട്, ഒരു പട്ടിയും ഇവിടെ ഒന്നും ഇല്ല. ഇതാണ് എൻ്റെ വീട്. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്. എൻ്റെ അമ്മ അവിടെ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മൾ ഈ ക്യാമറയിൽ വരുന്നതെല്ലാം അതാത് സമയത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉറങ്ങുന്നതും എല്ലാം ഈ ക്യാമറയുടെ മുന്നിലാണ് ഇവിടെ കിടന്നുറങ്ങുന്നത്. അതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കഥകൾ നമ്മളെവിടെയോ കിടക്കുന്നു, നമ്മളെവിടെയോ ആണ്, നമ്മൾ ആരുടെ കൂടെയോ കിടന്നുറങ്ങുന്നു എന്നൊക്കെ വലിയ കഥകളാണ്, കള്ളക്കഥകളുമായിട്ട് നടക്കുകയാണ് ഇങ്ങനെ. പിന്നെ എൻ്റെ പാർട്ട്ണർ എന്നത് മുക്കും ഗുജറാണ്. 2022 മുതൽ ജൂലൈ 20 മുതൽ ഞങ്ങൾ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഇപ്പം രാജസ്ഥാനിലാണെന്നേ ഉള്ളൂ. കഴിഞ്ഞ ജൂൺ 20 എന്നെ ഇവിടെ കൊണ്ടുവിട്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഓണത്തിന് വന്നു. അപ്പോൾ ഇവന്മാരിങ്ങനെ കള്ളക്കഥകൾ ഇങ്ങനെ ഉണ്ടാക്കാൻ നടക്കുകയാണ്. പിന്നെ എന്തോ പോലീസ് വരും, നമുക്കൊന്ന് കാണണ്ട, ഇവിടെ പോലീസിനെ വിളിക്കടാ, ഹിന്ദിക്കാരൻ വന്നാൽ പോലീസിനെ വിളിക്കുന്നു. അയ്യോ ഞങ്ങൾക്ക് പേടിയാണ്, നീ പോലീസിനെ വിളിക്കണേടാ, പോലീസിനെ വിളിച്ച് നീ കൊണ്ടുവന്നേരം ബാക്കി ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. നിൻ്റെ രോഗങ്ങളെല്ലാം ഞങ്ങൾ നിർത്തിത്തരാം, നിൻ്റെ രോഗങ്ങളൊക്കെ ഞങ്ങൾ നിർത്തിത്തരാൻ ഇരിക്കുക. ഇതെല്ലാം കൊടുത്തിട്ട് നിൻ്റെ ചീത്തവിളി രോഗങ്ങളും പല രോഗങ്ങളും ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നിൻ്റെ അഭിനയ രോഗം, നീ ഇവിടോട്ട് ആണുങ്ങൾ വരുന്നെന്നുള്ള അഭിനയ രോഗം, ഇവിടെ എൻ്റെ കയ്യിൽ സകല സംഗതികളും ഇരിപ്പുണ്ട്. ഇവിടെ ഒരാണുങ്ങളും കയറുന്നില്ലെന്നുള്ളതിൻ്റെ. നിൻ്റെ രോഗങ്ങളൊക്കെ ഞങ്ങൾ നിർത്തിത്തരാം കേട്ടോ. നിനക്ക് ഒത്തിരി രോഗങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിൻ്റെ രോഗങ്ങളൊക്കെ ഞങ്ങൾ നിർത്തിത്തരാനിരിക്കുകയാണ്. നിനക്ക് പിന്നെ ഇൻഷുറൻസ് വേണം. നമ്മുടെ LLB ഡിഗ്രി കൊണ്ട്, LLB നമ്മുടെ ഇതുകൊണ്ട് നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ്, LLB പഠിച്ച് കിട്ടിയ സർട്ടിഫിക്കറ്റ് കൊണ്ട് എൻ്റെ ജോബ് നഷ്ടപ്പെട്ടു. എനിക്ക് ഭ്രാന്തായതുകൊണ്ട് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കാശടിച്ച് മാറ്റണം, ഇങ്ങനെ ഇൻഷുറൻസ് അടിച്ച് മാറ്റാനായിട്ട് ഇങ്ങനെ അങ്ങ് നടക്കുകയാണ് കുറേ അവന്മാർ. ബിജു പി, പന്തളത്തെ രാജേഷ് ആറ്, പിന്നെ എൻ്റെ അമ്മ വീട്ടിലെ കുറേ കള്ളികൾ, രാജമ്മയെന്ന് പറയുന്നൊരു മുതുകള്ളി, പ്രീത S. പണിക്കർ, ബിജു പി, ഇങ്ങനെ കുറേ കള്ളികൾ. അപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്, കോടികൾ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നിനക്കൊന്നും സർട്ടിഫിക്കറ്റ് ഇല്ലയോടാ, നിനക്കൊന്നും പഠിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലയോടാ, അഭിനയിച്ചങ്ങ് പോയി കിടന്ന് വാങ്ങിയിരടാ, പ്രാന്തോ എന്തോന്ന് വെച്ചാൽ അഭിനയിച്ചേച്ച് കിടക്കടാ, അഭിനയിച്ചേച്ച് നീയൊക്കെ പോയങ്ങ് വാങ്ങിയിരടാ. നീക്ക് എന്തോ ദീപ S. പണിക്കറിൻ്റെ പുറകിന് കിടക്കുന്നത് കുറേ നാളായിട്ട്. നിന്നെ ശരിയാക്കി തരാം എല്ലാവനെയും. ജോബ് ലോസ്റ്റ് ഇൻഷുറൻസ് വേണമെന്ന് ഒരു ലീലയുടെ ഒരു മോനുണ്ട്, അവനിങ്ങനെ അഭിനയിച്ച് വരലായിരുന്നു അവൻ്റെ ജോലി. അവൻ കാറേ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കാറിട്ടിച്ച് ഇങ്ങോട്ട് കവറും തൂക്കി അവൻ ആട്ടി വരുമായിരുന്നു. ആ 2 ആണുങ്ങൾ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട്. അതിന് രാജമ്മ ഇവിടെ ഇരുന്ന് അങ്ങ് വിളിയായിരുന്നു, മോനെ കോനെ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ രാജമ്മ ഇവിടുന്ന് ഞങ്ങൾ സ്ഥലം കാലിയാക്കിച്ച് അവളിവിടെ അങ്ങ് കയറി എന്തോ ഇതാക്കാൻ അവൾ ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോയി കെട്ടിപ്പോയി. ഒരു മെമ്പർ വന്ന് അവളെ കൊണ്ടുപോയി. ഇവിടെ അപ്പം പോലീസുകാർക്ക് ഇവിടെ വരാൻ പറ്റുമോ? ഇതെൻ്റെ വീട്, ഇതെൻ്റെ അച്ഛൻ്റെ വീട്. ഇവളാരാ? രാജമ്മയെന്ന് പറയുന്നത് ഇവളാരാ? ഇവിടെ താമസിപ്പിക്കണമെന്ന് പറയാൻ ഇവളാരാ?
അവളെ ഓടിച്ച് പോലീസുകാർ പറഞ്ഞു വിട്ട് കാണും ഇവളാരാണെന്ന്. അവർക്ക് മനസ്സിലായി ഇവർക്ക് പ്രാന്താണെന്നുള്ളത്. ഭ്രാന്തൻ്റെ ചികിത്സയ്ക്ക് അവൾ 2 കെട്ടിയതാ. എടി നിൻ്റെ 2 ഭർത്താക്കന്മാരുടെ സ്വത്ത് മുതലും എന്തിയടി? ഞാൻ നിൻ്റെത് വല്ലതും പിടിച്ച് വാങ്ങിച്ചു ഈ രാജമ്മയുടെ? നീ അവിടെ പോടി. നീ എന്തോടി ഇങ്ങോട്ട് എന്തോ സാമർത്ഥ്യം എടുത്തുകൊണ്ട് വരാൻ നോക്കുന്നത്? ഇവിടെ ഒന്നും ഒരു അവനും ഇല്ല. കണ്ടല്ലോ, ഇന്ന് 22 മാർച്ച്. ഇപ്പോൾ സമയം 38 10:38.